ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടതോടെ ചട്ടരൂപീകരണ നടപടി വേഗത്തിലാക്കി സർക്കാർ. നടപടികൾ പൂർത്തിയാക്കി അടുത്ത മാസത്തോടെ ക്രമവൽക്കരണം തുടങ്ങും. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഭേദഗതി വൻകിടക്കാരെ സഹായിക്കുന്നതാണെന്ന് അതിജീവന പോരാട്ടവേദി കുറ്റപ്പെടുത്തി. ഭൂപതിവ് ചട്ടഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചതോടെ നടപടി വേഗത്തിലാക്കുകയാണ് റവന്യൂ വകുപ്പ്. പതിച്ചു നൽകിയ ഭൂമിയിലെ കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം അടുത്ത മാസം തുടങ്ങും. ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വേഗത്തിലാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. ചട്ടരൂപീകരണം അടുത്ത മാസത്തോടെ പൂർത്തിയാകും. നേരത്തെ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് ക്രമവൽക്കരണം തുടങ്ങും. റിസോർട്ടുകൾക്കും വൻകിട ഹോട്ടലുകൾക്കും തൽക്കാലം അംഗീകാരം നൽകേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ജീവിതോപാധിക്കായി നടത്തിയ ചെറുനിർമ്മാണങ്ങളും കൃഷിഭൂമിയുടെ വകമാറ്റിയുള്ള ഉപയോഗവും ക്രമവൽക്കരിക്കും. ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരം കാണുമെന്ന രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പുതിയ ഭേദഗതിയിലെ ചട്ടനിർമ്മാണം വൻകിടക്കാരെ മാത്രം സഹായിക്കാൻ വേണ്ടിയെന്ന് അതിജീവന പോരാട്ടവേദി കുറ്റപ്പെടുത്തി. പിണറായി ഗവൺമെന്റ് ഇപ്പോൾ പുതിയ ചട്ടഭേദഗതി കൊണ്ടുവന്ന് ഈ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നിയമം കർഷക വിരുദ്ധമെന്നാണ് ഞങ്ങൾ പറയുന്നത്. 1964 ചട്ടം മാത്രം ഭേദഗതി ചെയ്യുന്നത് കർഷകർക്ക് ഗുണകരമാകില്ല എന്നാണ് അതിജീവന പോരാട്ടവേദിയുടെ നിലപാട്. 24 ഇടുക്കി, തിരുവനന്തപുരം.